അക്കൗണ്ടന്മാരുടെ ടാലി എൻട്രിയുമായി ബന്ധപ്പെട്ട് ഓൺ ഫണ്ട് ഇൻകം രേഖപ്പെടുത്തുന്ന വീഡിയോകളിൽ ചില പ്രധാനപ്പെട്ട ഇനങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചില ഇനങ്ങൾ തൽക്കാലം വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ. ഇതിലൊന്ന് ബൾക്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ പ്രോഫിറ്റ് ഷെയർ, മറ്റൊന്ന് മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റിൻ്റെ പ്രോഫിറ്റ് ഷെയർ, മറ്റൊരു വിഷയം CFൻ്റെ 75% ഷെയർ, AHCFൻ്റെ ഇൻട്രസ്റ്റ് ഷെയർ, കൺവെർജൻസിൻ്റെ വീഡിയോസ്. ഇത് തൽക്കാലം ചെയ്തിട്ടില്ല, കാരണം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ആനുവൽ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതായത് 31 മാർച്ചിനോടനുബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള പ്രപ്പോർഷൻ കണ്ടുപിടിച്ച് അത് ഓൺ ഫണ്ടിലേക്ക് മാറ്റാറുള്ളത് സാധാരണഗതിയിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമുക്ക് മാർച്ച് മാസം ആകുമ്പോഴേക്കും തരാം. ഇപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇതിൻ്റെ ഇടയ്ക്ക് വരാൻ സാധ്യതയുള്ളൊരു വിഷയമാണ് ജീവൻ ദീപ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ജീവൻ ദീപ ഇൻഷുറൻസിൽ അംഗത്വമെടുക്കുന്ന അംഗങ്ങൾക്ക് വേണ്ടി സർവീസ് ചാർജ് ജില്ലാ മിഷൻ നമുക്ക് തിരികെ തരാറുണ്ട്. മിക്കവാറും ഭീമാമിത്ര RPയുടെ ഓണറേറിയം പ്ലസ് സർവീസ് ചാർജ് ഒന്നിച്ചായിരിക്കും നമുക്ക് CDSൻ്റെ അക്കൗണ്ടിലേക്ക് തരുന്നത്. നമ്മളതിനെ ഭീമാമിത്ര RPയുടെ ഓണറേറിയം അവർക്ക് കൊടുക്കുകയും സർവീസ് ചാർജ് നമ്മുടെ അക്കൗണ്ടിൽ ഓൺ ഫണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വരുന്ന ഫണ്ടിനെ എങ്ങനെ രേഖപ്പെടുത്താം എന്നുള്ളത് നോക്കിയേക്കാം. കാരണം ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ കാലാവധി, ഇൻഷുറൻസിൻ്റെ ചേർക്കൽ കഴിഞ്ഞതാണ്. ഇനി ഏത് സമയത്തും എൻ്റെ റെമ്യൂണറേഷൻ അനുവദിച്ച് വരാം. അതുകൊണ്ട് നമുക്കതിൻ്റെ എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം. ഇൻഷുറൻസിൻ്റെ ഓൺ ഫണ്ട് ഷെയർ വരുന്നത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഓൺ ഫണ്ട് ഇൻകത്തിൻ്റെ ഓൺ 10 എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചാണ് രേഖപ്പെടുത്തുന്നത്. അതിന് വേണ്ടിയിട്ട് ഗേറ്റ്വേ ടാലിയിൽ നിന്ന് ക്രിയേറ്റ് എൻ്റർ ചെയ്യുക. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഇത് പേര് കൊടുക്കേണ്ടത് ഓൺ 10 ജീവൻ ദീപം ഇൻഷുറൻസ് സർവീസ് ചാർജ്. അണ്ടർ ഓൺ ഫണ്ട് ഇൻകമാണ്. ഇതിന് കോസ്റ്റ് സെൻറ്റർ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് ജില്ലാ മിഷൻ നേരിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്നു. അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ബാലൻസ് ഷീറ്റിലേക്ക് അങ്ങ് പോകുന്നു എന്നുള്ളേ ഉള്ളൂ. അല്ലാതെ ഓരോ പാർട്ടിയും അല്ല ഇതിൻ്റെ സർവീസ് ചാർജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോസ്റ്റ് സെൻറ്ററിൻ്റെ ആപ്ലിക്കബിലിറ്റി നോ കൊടുക്കുക. നോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ച് എൻ്റർ ചെയ്യുക. ഇവിടെ എസ് ആയിരിക്കും, അത് നോ എന്നടിച്ചിട്ട് സേവ് ചെയ്യുക. ഓക്കെ, ഇതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ലെഡ്ജർ കൂടി ക്രിയേറ്റ് ചെയ്യണം. ജീവൻ ദീപം ഇൻഷുറൻസിൻ്റെ ഭീമാമിത്ര RP ഓണറേറിയം എന്ന് പറയുന്നൊരു പോർഷനുണ്ട്. അപ്പോൾ അത് ഇൻഷുറൻസ് കമ്പനിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കുന്ന ഫണ്ടിൻ്റെ ഷെയർ തന്നെ ആയതുകൊണ്ട് അത് NRLM ഫണ്ടോ പ്ലാൻ ഫണ്ടോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് പ്രത്യേകിച്ച് കോഡൊന്നുമില്ല. അതുകൊണ്ട് അത് ഡയറക്റ്റ് കറണ്ട് ലയബിലിറ്റി ആയിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. ഭീമാമിത്ര RP ഓണറേറിയം. ഇത് കറണ്ട് ലയബിലിറ്റിയാണ്, കാരണം RPക്ക് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കറണ്ട് ലയബിലിറ്റിയാണ്. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ വേണ്ട. ഇതിനും കോസ്റ്റ് സെൻറ്റർ അപ്ലൈ ചെയ്യേണ്ട കാര്യം, ഭീമാമിത്ര RPയുടെ പേര് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിനെ കോസ്റ്റ് സെൻറ്റർ ഓണാക്കിയിടാം. ഓക്കെ, ഇനി വരുന്ന ഫണ്ടിനെ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് നോക്കാം. വൗച്ചർ എൻട്രി, ഡേറ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക.
റെസിപ്റ്റാണ് വരുന്നത്. ഓൺ ഫണ്ടിലേക്കാണ് ഫണ്ട് വരുന്നത്. ഇതിൽ ഭീമാമിത്ര RP ഓണറേറിയം 1000 വരെ ചേർത്തിട്ടുണ്ടെങ്കിൽ 15,000 രൂപ. ഇവിടെ നമ്മൾ ഡിസ്ട്രിക്ട് റെസിപ്റ്റ് കൊടുക്കണം. ഡിസ്ട്രിക്ട് റെസിപ്റ്റിൽ എന്ത് ഇനത്തിലാണ് വന്നതെന്നുള്ളത് കാണിക്കണം. അതൊന്ന് ക്രിയേറ്റ് ചെയ്യണം. പുതുതായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ജീവൻ ദീപം RP ഓണറേറിയം. രൂപ. ഇതോടൊപ്പം തന്നെ ജീവൻ ദീപം ഇൻഷുറൻസിൻ്റെ സർവീസ് ചാർജ് വരും. 1000 എണ്ണത്തിന് 5 രൂപ വെച്ച് 5000 രൂപ. ഇവിടെ നമ്മൾ കോസ്റ്റ് സെൻറ്റർ അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം ഇത് കൊടുക്കുന്ന സമയത്ത് കൊടുക്കേണ്ടി വരുന്നില്ല. നമ്മൾ ഓൺ ഫണ്ടിലേക്ക് അങ്ങ് മാറുക ചെയ്യുന്നത്. അതുകൊണ്ട് കോസ്റ്റ് സെൻറ്റർ കൊടുത്തിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്ത് സേവ് ചെയ്യുക. 20,000 രൂപ മുതൽ 15,000 രൂപ ഭീമാമിത്ര RP ഓണറേറിയമായിട്ടും 5,000 രൂപ ഓൺ ഫണ്ടിലേക്കുമാണ് പോകുന്നത്. അതങ്ങനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് പ്രൊസീഡിങ്സ് പ്രകാരം 20,000 രൂപ വരും. സേവ് ചെയ്യുക. ഇനി ഇതിൻ്റെ പേയ്മെൻ്റ് ആണ്. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. കാരണം RP ഓണറേറിയം വന്നതല്ലേ. ഇവിടെ ഓൺ ഫണ്ട് ഇൻകമായിട്ട് ജീവൻ ദീപം ഇൻഷുറൻസിൻ്റെ സർവീസ് ചാർജ് 5,000 രൂപ ഓൺ ഫണ്ടിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്ത് ചിലവഴിക്കത്തില്ല. ഇത് ഓൺ ഫണ്ട് എടുത്തിട്ട് നമ്മൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്മിറ്റി തീരുമാനപ്രകാരം ചിലവഴിക്കാം. അല്ലാതെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഇത് ഓൺ ഫണ്ട് ഇൻകമായിട്ട് കാണുന്നത്. ഇനി 15,000 രൂപ വന്നത് നമുക്ക് വിതരണം ചെയ്യണം. വൗച്ചർ എൻട്രി, പേയ്മെൻറ്റ്, ഓൺ ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത് ഭീമാമിത്ര RP ഓണറേറിയമാണ്. നമ്മുടെ ലെഡ്ജറിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ അടിച്ചാൽ മതി. അത്തരത്തിലുള്ളതെല്ലാം അവിടെ റിഫ്ലക്റ്റ് ചെയ്യും. 15,000 രൂപ അവിടെ കൊടുക്കുന്നത് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. കൊടുക്കുന്ന ഭീമാമിത്ര RP ഓണറേറിയമാണ്. ഭീമാമിത്രയ്ക്ക് നമ്മൾ പല തരത്തിൽ റെമ്യൂണറേഷൻ കൊടുക്കാറുണ്ട്. പല വർക്കുകൾക്ക് കൊടുക്കാറുണ്ട്. അപ്പം അതിലൊന്ന് മാത്രമാണ് ജീവൻ ദീപ ഇൻഷുറൻസിൻ്റെ സർവീസ് ചാർജ് എന്ന് എൻട്രിയുടെ പൈസ എന്ന് പറയുന്നത്. മറ്റു പല കാര്യങ്ങൾക്കും കൊടുക്കാറുണ്ട്. അപ്പം നമുക്കിവിടെ ഭീമാമിത്ര RP ഓണറേറിയം എന്ന് പറയുന്ന കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം. Alt C പ്രസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യണം. ഭീമാമിത്ര RP ഓണറേറിയം ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഭീമാമിത്രയുടെ പേരൂടെ കൊടുക്കുക. RPയുടെ പേര് കൂടെ കൊടുത്ത് സേവ് ചെയ്യുക. ചെക്ക് നമ്പർ കൊടുക്കുക. സേവ് ചെയ്യുക. ഓക്കെ. ഇനി ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും കോസ്റ്റ് സെൻറ്ററിലും എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കുമ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ ജീവൻ ദീപ ഇൻഷുറൻസിൻ്റെ സർവീസ് ചാർജ് ആർക്കും കൊടുത്തിട്ടില്ല. അത് അവിടെ തന്നെയുണ്ട്. ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ അങ്ങനെ ഒന്നും കാണാൻ പറ്റത്തില്ല. കാരണം ജീവൻ ദീപ ഇൻഷുറൻസിൻ്റെ ഭീമാമിത്ര RP ഓണറേറിയം ഫുള്ള് ചിലവഴിച്ചത് കൊണ്ട് ലെഡ്ജർ അവിടെ കിടപ്പുണ്ട്. ബാലൻസ് ഇല്ല. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ 10,000 രൂപ മെയിൽ വന്നാൽ 10,000 രൂപ നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബാലൻസ് ഇല്ല. ഇനി കോസ്റ്റ് സെൻറ്റർ നോക്കാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്, കോസ്റ്റ് സെൻറ്റർ, ലെഡ്ജർ ബ്രേക്കപ്പ്. ഇവിടെ ജീവൻ ദീപം ഭീമാമിത്ര RP ഓണറേറിയം ഉണ്ട്. 15,000 രൂപ വന്ന് 15,000 രൂപ നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ എൻട്രി. സാധാരണഗതിയിൽ നമ്മൾ ഭീമാമിത്ര RP ഓണറേറിയം 20,000 രൂപ ഒന്നിച്ച് വരവ് വെച്ച് കഴിഞ്ഞാൽ അവിടെ 5,000 രൂപ അൺഎക്സ്പെൻഡഡ് ആയിട്ട് കിടക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ അന്നേരം തന്നെ ഓൺ ഫണ്ടിലേക്ക് മാറ്റി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്.
ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.